എംബാപ്പെ ഹാലൻഡ് പോരാട്ടം കാണാൻ വന്നവർക്ക് ഡെംബലയുടെ വക ഒരു സർപ്രൈസ് വെടിക്കെട്ട്. ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള നോർവേ ഹാലൻഡിനെയും ഒഡെഗാർഡിനെയും ഒക്കെ റെസ്റ്റ് ചെയ്തേക്കായിരുന്നു. എന്നാൽ ഫ്രാൻസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നത്. കളിയുടെ ആദ്യ 30 മിനിറ്റിൽ തന്നെ ഡെംബലെ ഹാട്രിക് തികച്ചു. ഡെംബലയുടേത് ഒരു വ്യക്തിഗത പ്രകടനം മാത്രമല്ല, ഒരു സിസ്റ്റം ഒരു താരത്തെ ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നതിന്റെ പാഠപുസ്തകമാണ് ഡെംബലെ. ഫ്രാൻസ് ഓരോ നിമിഷവും ബോൾ തിരികെ പിടിക്കുമ്പോൾ ഒരു നിമിഷം പോലും സ്ലോ ആക്കാതെ ക്യുക്കായിട്ടുള്ള അറ്റാക്കാണ് കാണാൻ സാധിച്ചത്. ഇത്തരം ക്യുക്ക് അറ്റാക്കുകൾ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് തന്നെയാണ് ഫ്രാൻസ് അറ്റാക്കേഴ്സ്. മറുവശത്ത് നോർവേക്ക് അത്ര മോശം മത്സരമാണെന്ന് പറയാൻ സാധിക്കില്ല. സ്റ്റാർ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഹാലൻഡ്, ഓഡെഗാർഡ് എന്നിവരൊക്കെ റെസ്റ്റ് ചെയ്തിട്ടും നോർവേ ഒരു ഗോൾ അടിക്കുകയും പെനാൽറ്റി നേടുകയും ചെയ്തു. ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറിയേനെ. ഈ മത്സരത്തിലെ ഹീറോ എംബാപ്പെ അല്ല, ഡെംബലെ മാത്രമല്ല, ഫ്രാൻസിന്റെ മുഴുവൻ സിസ്റ്റമാണ്. എംബാപ്പെ അസിസ്റ്റ് നൽകുന്നു, മിഡ്ഫീൽഡ് പന്ത് വേഗത്തിൽ മുന്നോട്ട് എത്തിക്കുന്നു, ഫുൾ ബാക്കുകൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡെംബലെ ഫിനിഷ് ചെയ്യുന്നു. ഈ ഫ്രാൻസ് ടീമിൽ ഒരാൾ നിശബ്ദമായാലും മറ്റൊരാൾ നായകനാകും. അതാണ് ലോകകപ്പ് ജയിക്കാൻ കഴിയുന്ന ടീമുകളുടെ ശക്തി.